ഗെയിം ചേഞ്ചർ കണ്ടു. ആൻഡ് എല്ലാവരും പറഞ്ഞ പോലെ അത്രയും വലിയ വധം ദുരന്തമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഇറ്റ് വാസ് വാച്ചബിൾ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള കാരണം തന്നെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറെ ബോറ് പരിപാടികളുണ്ട്. പക്ഷെ അപ്പോഴും ഈ സിനിമയുടെ ഒരു ഇന്റർവെല് തൊട്ട് മുന്നേ മുതൽ ഈ സിനിമ ട്രാക്ക് മാറി എൻഗേജിംഗ് ആയി മാറുന്നതുകൊണ്ട് അത്രയും വലിയ മോശം അനുഭവം കിട്ടിയില്ല. ഈ ഫസ്റ്റ് ഹാഫിൽ ബോറ് പരിപാടികൾ ഒന്നാണ് സുനിലിന്റെ ക്യാരക്ടർ. സുനിലിന്റെ ക്യാരക്ടർ നമ്മൾ കോമാളി എന്നല്ല പറഞ്ഞ ചളിപ്പ് ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ സൈഡിലോട്ടേ നടക്കുന്നു. നേരെ നടക്കില്ല, സൈഡിലോട്ട് തിരിഞ്ഞിങ്ങനെ നടക്കും. എന്തുകൊണ്ട് ശങ്കർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എഴുതുന്നല്ല? നേരെ നടന്നാൽ ഒരു കുഴപ്പമില്ലാത്ത ക്യാരക്ടർ ആയിരുന്നു. ചിലപ്പോൾ ഒരു കോമിക് റിലീഫിന് വേണ്ടി ആയിരിക്കാം, പക്ഷെ നമുക്ക് ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അഞ്ജലിയുടെ ക്യാരക്ടർ ആണെങ്കിലും സ്ട്രോങ് ആണ്, പക്ഷെ അഞ്ജലിയുടെ മോന്ത ഇങ്ങനെ തിരിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്കൊരു സഹിക്കട്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇവര് അങ്ങോട്ട് തിരിഞ്ഞു നടക്കണത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണതിന് ഒരു നല്ലൊരു വ്യക്തമായിട്ട് റീസൺ തന്നായിരുന്നെങ്കിൽ പിന്നെയും നമുക്കൊരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ ഇത് പറയുന്ന റീസൺ ആണെങ്കിലും കാണിക്കുന്ന റീസൺ ആണെങ്കിലും ഒന്നിലും ഒരു ലോജിക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ രാം ചരനും കിയാര അദ്വാനിയുടെ ആ ഒരു റൊമാൻറ്റിക് ഭാഗം അവിടെയും ബാഡ് റൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു രീതിയിൽ ലോജിക്ക് അവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻഗേജിംഗ് ആയിരുന്നു. ഞാൻ എസ് ജെ സൂര്യയും രാം ചരനും തമ്മിലുള്ള ഫേസ് ഓഫ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് ട്രാക്ക്, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ ഡയറക്ടർ ശങ്കർ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നു. അതൊക്കെ ഒരു ബാഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് സമ്മാനിക്കുന്നത്. ഇതെന്തോ ആയിക്കോട്ടെ, ഇന്ത്യൻ 2 എന്ന സിനിമേനേക്കാളും ഫാർ 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 ബെറ്റർ ആയിട്ട് എനിക്ക് ഗെയിം ചേഞ്ചർ എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഡയറക്ടർ ബൈ ശങ്കർ എന്ന ഡയറക്ടറിന്റെ ആദ്യത്തെ തെലുങ്ക് സിനിമയാണത്. ഇന്ത്യൻ 2 എന്ന സിനിമ 3 മണിക്കൂറാണ് റൺ ടൈം. ആ ഒരു 3 മണിക്കൂർ റൺ ടൈം എനിക്ക് 5, 6, 7, 8 മണിക്കൂറായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെ എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെ കിഡിലോസ്കി ഫാസ്റ്റ് കട്ട് പണി ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് സമയം പോണത് അറിയില്ല. നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് അവിടെ ഇരുത്തും. ശരിക്കും വിവേക് വേൽമുരുകൻ എന്ന റൈറ്ററിന് ആ ഒരു ടിപ്പിക്കൽ തെലുങ്ക് ട്രോപ്സ്, ഈ ചീഞ്ഞ കോമഡിയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നുമില്ലാത്ത റൊമാൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പടത്തിന്റെ റേഞ്ച് തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ. സായ് മാധവന് ഡയലോഗ്സ് ഇമ്പാക്ട് ആയിരുന്നു, പക്ഷേ ഈ വീക്ക് റൈറ്റിംഗ് കാരണം നമുക്കൊരു മെമ്മറബിൾ ആയിട്ട് ഒട്ടും ഫീൽ ചെയ്യില്ല. ഇനി ഇതെല്ലാം ശേഷം ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് ആണ് ഇതിന്റെ മ്യൂസിക്. എസ് തമന്റെ മ്യൂസിക് ഒരു വലിയ വലിയ സേവിങ് ഗ്രേസ് തന്നെ സിനിമയ്ക്ക്. അത്രയും അധികം ഈ സിനിമയെ കുറെ സീനുകളാണെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോങ്സ് എല്ലാം ആവറേജ്, ഭയങ്കര വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ സോങ്സ് ഡിസൈൻ ചെയ്തിരുന്ന രീതി ഭയങ്കര നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രൊഡക്ഷൻ ക്വാളിറ്റി സീനായിരുന്നു. കളറിംഗ് പരിപാടി ഭയങ്കര ഒരു സീരിയൽ ടോണാണ് കിട്ടിയത്. ഒട്ടും ഒരു ഭയങ്കര നമ്മുടെ വിഷ്വൽ അപ്പീലിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ശങ്കര ഡയറക്ഷനും ഡീസെന്റ് ആയിരുന്നുള്ളൂ, ബട്ട് കമ്പയർ ടു ഹിസ് പ്രീവിയസ് വർക്ക് ഫാർ ബെറ്റർ ആയിരുന്നു. ഇപ്പോഴും ശങ്കറിന് കേപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന ഒറ്റ ഒരു ഭാഗമാണ് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ നമുക്ക് നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ശങ്കർ ഇനിയും ബെറ്റർ വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെ രാം രാം ചരൺ എനിക്ക് തോന്നുന്നത് രംഗസ്ഥലം എന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ഹാർഡ് വർക്ക്, എഫേർട്ട് എല്ലാം നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ് എല്ലാം കൊണ്ടും രാം ചരൺ അടിപൊളിയായിരുന്നു. പിന്നെ എസ് ജെ സൂര്യ യൂഷ്വൽ വില്ലൻ പീരീഡ് തന്നെ ചെയ്യണത്. നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ട്, ഒരു ഊള വില്ലൻ റോളാക്കി മാറ്റി കളഞ്ഞില്ല. അഞ്ജലി ഡീസന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു തല തിരിഞ്ഞിരിക്കുന്നത് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ. പിന്നെ ശ്രീകാന്തും രാജീവും ഡീസന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ, കിയാർ അദ്വാനി, ജയറാം, സമുദ്രകനി, നവീൻ ചന്ദ്ര, വെണ്ണല കിഷോർ ഇവരൊക്കെ വേസ്റ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ് ഇവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ റോൾസ് കിട്ടും. ഇങ്ങനെ യൂസ്ലെസ് റോൾ ചെയ്ത് വില കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോവും. ഏതായാലും പിന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസുകളെ പറ്റി പറയുകയാണെങ്കിലും ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടത്തിനേ ഉള്ളൂ, ഇല്ലോജിക്കൽ ആക്ഷൻ സീക്വൻസ് ആണ്. ഓവറോൾ ഒരു വാച്ചബിൾ ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് ഗെയിം ചേഞ്ചർ. തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടാനും ദഹിക്കാനുള്ള എല്ലാ സംഭവവും സിനിമയുടെ അകത്തുണ്ട്.